നല്ല ഭംഗിയുണ്ട് കേട്ടോ. അറബി കുട്ടികൾ വരുന്നതാണ്. അറബി കുട്ടികളിങ്ങനെ വരുന്നുണ്ട്, ചെറിയ കുട്ടികളിങ്ങനെ വരുന്നുണ്ട്. وتمثل الخارج وتتكلم عن الخارج، لكن مع الرواية الجديدة أو الرواية الحديثة التي تعتبر عن الرواية الموجودين عنها هي تجعل الذات تنظر للحق والاسترجاعات والاستباقات. شكل الشخصية أصبح متغير، حتى الموضوع الذي يتم مناقشته أصبح أيضا موضوعا يميل نحو എന്താ ബുക്സിന് വെച്ചാൽ ഇതാവണം ബുക്ക്. കാരണം കുട്ടികളെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടുള്ള ഓരോ തീമുകളൊക്കെ കൊടുത്ത് കണ്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു ബുക്സിൻ്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഇങ്ങനെ ആവുന്നൊന്നും നമുക്കറിയില്ല. ഷാർജയിൽ എക്സ്പോ സെൻ്റർ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്കും അറിയുന്ന ഒരു സംഭവമാണ്. എല്ലാ ദിവസവും ഉണ്ടാവും. 9 മണി വരെ ഉണ്ടാവും. അപ്പോൾ അതാക്കുന്ന 7 മണി കഴിഞ്ഞ് 8 മണിയാകുക, 8, 9. അതിൻ്റെ ഉള്ളിൽ കുറേ കാണാനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ ബസ്സിൽ പോയി നോക്കുക. ഉള്ളിലെന്താ പരിപാടി എന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് അടുത്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. വരുന്ന വയ്യാന്നുള്ളല്ലേ. ബുക്സൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നു. ഇവിടെ ബാലരമ ഉണ്ടായിരിക്കും. ബാലരമ അല്ലെങ്കിൽ കളിക്കുടുക്കയൊക്കെ ഉണ്ടായിരിക്കും. ജസ്റ്റ് നോക്കി നോക്കാം. നമുക്ക് ആൾക്കല്ലേ ബുക്ക് അറിയുള്ളൂ. ഓരോ ബുക്സിനും ഓരോ സ്റ്റാളുകളുണ്ട്. ചെറിയ ചെറിയ സ്റ്റാളുകൾ ഇങ്ങനെ ഇവിടെ കാണാം. ഏതാണെന്നുള്ള വലിയ പിടുത്തില്ല. അതുകൊണ്ടേ ഇവിടെ ബുക്കുകൾ ആകെ 2 ബുക്കുകളില്ലല്ലോ. ഷെൽഫിലൊക്കെ കാണുന്ന ആകെ 2 ബുക്കുകളെ ഇവിടെ കാണുള്ളൂ. സംഭവം വേറെ മൂടാണ്. മലയാളീസൊക്കെ കുറവാട്ടോ. അറബികൾ തന്നെയല്ലോ. അറബിയുള്ള ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്നൊക്കെ ഫുള്ള് സ്റ്റാളുകളാണ് ബുക്സിൻ്റെ. ഓരോരോ സ്റ്റാളുകളതാ. ഇവിടെ വെക്കുന്ന വേറെ ബുക്സ് ഉണ്ട്. എല്ലാം ബുക്കുകൾ തന്നെയുള്ളൂ. നമുക്ക് വലിയ ഐഡിയ ഇല്ല. അറബിക്ക് ബേസ് ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കുകളാണെന്ന് മനസ്സിലായത്. പിന്നെ ബുക്കുകൾ വാങ്ങിയിട്ട് വായിക്കാനുള്ള സമയം വേണ്ട. ഇത് ബിസിനസ് പരമായിട്ടുള്ള ബുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. താങ്ക് യു. ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓരോ ഷോപ്പുകളാണ്. അതെ, ഇതിപ്പോൾ നമുക്കിപ്പോൾ എന്താ ആകെ പെട്ട അവസ്ഥ. നല്ല തിരക്കാട്ടോ. നല്ല ക്രൗഡുണ്ട്. പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ക്രൗഡ് ഉണ്ട് അല്ലേ. സൺഡേ ആണല്ലോ. സൺഡേ ആകുമ്പോൾ ഇവിടെ മൊത്തത്തിൽ നല്ല ആളുകളുണ്ട്. പുറത്തേക്കുള്ളതാണ്. ഗൈസ്, സംഗതി ജസ്റ്റ് ഒന്ന് പാളിയേക്ക്. ഇവിടെ നമുക്ക് പറ്റിയ ഏരിയ അല്ല. മൊത്തത്തിൽ ബുക്സുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രഡീഷണൽ ലെവലിലുള്ള കോഫീസാണ്. എക്സ്പോയിൽ പിന്നെ വേറെ ഐറ്റംസ് ഒന്നും കേട്ടോ. എന്താ സ്ട്രോബെറിയുമായിട്ടുള്ള എന്താ ഇവിടെ ജ്യൂസോ. ഹായ്, ഫൈൻ, താങ്ക് യു. Strawberry coffee? Strawberry chocolate. Chocolate? Yeah, fine. How much? 35. Yeah, fine. ഇതാണ് സ്ട്രോബെറി ചോക്ലേറ്റ് കേട്ടോ. ഫുള്ള് സ്ട്രോബെറി. നല്ല രസമുണ്ട് കാണാൻ. മിക്സിങ് കാര്യങ്ങൾ. കൂടുതൽ ആളുകൾ കാണുന്നില്ലല്ലോ. ആകെ നാണം കിട്ടും. സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഫുള്ള് എമിറേറ്റ്സുള്ള ആളുകൾ തന്നെയാണല്ലേ. ഫുള്ള് മലയാളീസ് ഉണ്ടോ? പക്ഷെ ഇവൽക്കാണ് കുറച്ചുകൂടി ഒരു ഇതുള്ളതെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഏരിയ. ഇവിടെ നമ്മൾ വന്ന ഏരിയ അല്ലേ, അതവിടെയാണ്. അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയൊരു ഐഡിയ കിട്ടിയില്ല നിലവിൽ.
നിലവിൽ അത് കിട്ടാതെ കൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആകെ കുറവായി, നാണക്കേട്. സത്യം പറഞ്ഞാൽ ഇവിടെ യു എയിൽ വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെയുള്ള ഒരു ക്രൗഡ് കാണുന്നത്. ഈവൻ അതും എമിറേറ്റ്സുള്ള ആളുകൾ മാത്രം ഉള്ള ഏരിയയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അറബി വേഷത്തിലുള്ള ആളുകൾ ഇപ്പോൾ യു എയിൽ വന്നിട്ടൊന്നും ആ അറബികൾ ആടെയും ഇവിടെയൊക്കെ കാണുന്നതല്ലാണ്ട് ഇവിടെ നിന്ന് കണ്ടാവും. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുള്ള് അവിടെ എമിറേറ്റുകൾ ഉള്ള തന്നെ ഫുള്ളുള്ളൂ. അതുകൊണ്ട് ഖുർആനാണോ ഇവിടെ കണ്ടാൽ മനസ്സിലാക്കി ഇവർ എത്രത്തോളം ബുക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ നാട്ടിലൊക്കെ എക്സ്പോ ഉണ്ടാവില്ലേ, അപ്പോൾ അതേപോലെയൊക്കെ തന്നെ. പക്ഷെ എന്നാലും ഇവർക്കൊരോ കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാനും ആവാനും ഓരോ കാര്യങ്ങളും ഇത്രയും ഡീപ്പായിട്ട് വലിയ സ്റ്റഡി നടത്തും. അതിന് ഉദാഹരണമാണ് കാണുന്ന ബുക്ക് സ്റ്റാൾ തന്നെ മെയിനായിട്ട്. ഇവിടെ എത്ര ആളുകൾ വരണമെങ്കിലും ഇതൊന്നും പരിഗണിക്കണമെങ്കിലും എന്തോന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഓരോ ഏരിയനെ ഓരോ രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്. ഇതുണ്ടോ ചെറിയ ബുക്സ് സ്റ്റുഡൻസിനും ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ ആ ഒരു തീമിൽ തന്നെ അവർ ഡിസൈൻ ചെയ്ത ചെറിയ ബുക്കുകളുണ്ടോ. ഹായ്, ദിസ് ഇസ് വാച്ചിട്ട് ഓക്കെ. കുട്ടികളുടെ സെക്ഷനാണ്. ചെറിയ കുട്ടികളുണ്ടാവില്ല, അപ്പോൾ ഓൾക്ക് പഠിക്കാനൊക്കെ കുറച്ചുകൂടി ഒരു ബുക്സ് വായനാശീലമൊക്കെ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ഏരിയ ആണ്. കളേഴ്സ് തീം കാര്യങ്ങളൊക്കെ കൊടുത്താൽ അങ്ങനെ ആണോ രസമല്ലേ സംഭവം. ബുക്സ് കാണാൻ രസം കേട്ടോ. നമ്മളെ ഇതൊക്കെ കഥകളായിവ ഓരോ രീതിയിലാട്ടോ ഡിസൈൻ ചെയ്ത് കിളികളിങ്ങനെ പറക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടോ ഇതിലൊക്കെ ഓരോ ലെസണുകൾ ആയിവ. എന്താ ബുക്സിന് വെച്ചാൽ ഇതാവണം ബുക്ക്. കാരണം കുട്ടികളെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടുള്ള ഓരോ തീമുകളൊക്കെ കൊടുത്ത് കണ്ടോ. എന്നിട്ട് കഥകൾ ഓടുന്നത് വാവ്. ഇപ്പോൾ ഒരു കാട്ടിൽ നടക്കുന്ന സംഭവമായിട്ട് തന്നെ നമുക്കിത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, പെട്ടെന്ന് ഓടുമല്ലോ. അപ്പം അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെയാണെങ്കിൽ ഏരിയ എന്നുള്ളത് നമുക്ക് വലിയ പിടുത്തം കിട്ടില്ല, മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് ഏകദേശം ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നല്ല ലെവലിലേക്കുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാകുക. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പെട്ടു. اللي شجعت الطريقة على القراءة وبنلقص من الشيء أحب أن ഇത് ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്ന കുറേ ആളുകളുണ്ടാവും. കോൺട്രിബ്യൂസ് ചെയ്യാൻ സംഭവം ഇവിടെ നടക്കുന്ന ഇവിടെ നിന്ന് പരിപാടി നടക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ഡിസ്കഷൻസൊക്കെ നമ്മളെ ഇതിൽ പറഞ്ഞാൽ ഈ കവികളൊക്കെ ഉണ്ടായല്ലോ, ഓരോ ബുക്കുകൾ എഴുതിയ കവികൾ അങ്ങനെയുള്ളതാവാൻ മതിയാവും ചിലപ്പോൾ. ബുക്കിൻ്റെയൊക്കെ വലിയ ഈവൻ ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏരിയയാണ് ഗൈസ്, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ക്രൗഡൊക്കെ കണ്ടിട്ട് നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെന്നല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നുമില്ല. സംഭവം ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട്. ബുക്സ് ഉണ്ടോ, ബുക്സിൻ്റെ പല മോഡലുള്ള ബുക്സ്. ഹായ്, ഓരോ മോഡലുണ്ടോ. ഇത് മോഡൽ ഒരേ തീമിലുമാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുട്ടികളെ ആകർഷിക്കുക, അതാണ് മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇവരെ ബുക്കുകൾ പ്രദർശിപ്പിക്കുക, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവർ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നു. കണ്ടുകൊണ്ട് ഇതുണ്ടോ ഫുള്ള് ടോയ്സ് കാര്യങ്ങളൊക്കെ, ടോയ് ബുക്സ് ഫുൾ കളേഴ്സാണ്. ഇത് ഓരോന്നുണ്ടല്ലോ വ്യത്യസ്ത രീതിയിലുള്ള കളേഴ്സാണ് ഇതിന് വരുന്നത്. ചെയ്തിങ്ങനെയുള്ള ഉണ്ടോ. ഇതൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകണ്ടോ, വേറെ ആയിരിക്കും നമുക്ക് പിടുത്തം കിട്ടില്ല. അങ്ങനെയുള്ള ഏരിയ ആണിത്. ആളുകളുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ സ്റ്റാളുകൾ ഇഷ്ടം പോലെ ഉണ്ട്.
പക്ഷെ നമുക്ക് താല്പര്യമില്ലാത്ത ഏരിയ ഇപ്പോൾ എന്താ ചെയ്യുക. ഇത് അറബികൾ മാത്രമല്ല. ആ ശരി. ഇതുണ്ടല്ലോ ഓരോ ഏരിയ ആണ്, ഓരോ ഏരിയയിൽ ഓരോ ആളുകളുണ്ട്. ഇവിടെ നോക്കുന്നുണ്ടോ, ഇവിടെ പുറത്തുള്ള ആളുകൾ ഒക്കെ ഉണ്ടാവും. ഓരോ ഏരിയയിൽ ഓരോ ആളുകളാണ്. മലയാളീസ് ഉണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പം ചെറിയ ടീ ഷോപ്പുണ്ട്, ചാടിക്കാൻ പറ്റിയ ടീ ഷോപ്പുണ്ട്. അറബിയിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടാകാം. الكلاسيكية عند نجيب محفوظ، عند عدد كبير من الروائيين الكلاسيكيين، أن الذات كانت هي تصد الخارج وتمثل الخارج وتتكلم عن الخارج، لكن مع الرواية الجديدة أو الرواية الحديثة التي يكتبها طبعا الروائيين الموجودين عندنا هي تجعل الذات تنظر للعالم من خلال فهمها هي ومن خلال نظرها هي. الراوي العديم الذي يتحكم بكل شيء، الآن أصبحنا راوي متكلم أو حتى تعدد الأصوات في الرواية. لم يعد الزمن هو الزمن الكلاسيكي الذي نعرفه، إنما أصبح الزمن متشظي ومتغير ومركب وفيه كثير من القفزات والاسترجاعات والاستباقات. شكل الشخصية أصبح متغير، حتى الموضوع الذي يتم مناقشته أصبح أيضا موضوعا يميل نحو التجريب والغرائزية والفانتازيا وكبرى، إنما حتى تكتشف نفسك وحتى ترى انعكاس هذا العالم على نفسك، كيف تفهم وجودنا، علاقتها باللغة، بالتاريخ، بالسياسة. حتى فقط أصل إلى مرحلة أن الذات تستطيع أن تعبر عن الكثير من القضايا الشائكة في عالمنا العربي وهي كثيرة وكثيرة من خلال كيف هي الذات إصدارات مثلا لا بد مراقبة اللغة. If you could meet one of the characters you created, who would you choose? അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പോ കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതപ്പോൾ നടക്കുന്നത്. അവിടെ അങ്ങോട്ട് പോയാൽ നമ്മൾ അങ്ങോട്ട് പോയില്ല. ഏരിയ നിങ്ങളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. നമുക്കേ മനസ്സിലാവാത്തുണ്ട്, ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുണ്ടാവും. ഓ അമ്മ മെല്ലെ തിരക്കിയ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ തിരക്കാൻ നല്ലോണം ആൾക്കാരനെ കേട്ടോ. കണ്ടിച്ചല്ലോ അറബികളിങ്ങനെ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെ അറബികളെ കാണുന്നത്. നമ്മൾ നേരത്തെ പോയില്ലേ, നല്ലോണം തിരക്കുള്ള ഏരിയ. ഗൈസ് സത്യം പറഞ്ഞാലേ വണ്ടർ അടിച്ചു. ഏരിയകൾ കാണുമ്പോൾ നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാനാവാത്ത ലെവലിലുള്ള നമ്മളുണ്ടോ മൂവ് ചെയ്യുന്നുണ്ടോ, ലൈവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. ബ്രോഡ്കാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള്. നേരത്തെ നമ്മൾ പോയ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, സംഭവം നല്ല വൈബ് തന്നെ കേട്ടോ. സംഭവേ ബുക്കൊന്നും നമുക്ക് വലിയ പിടുത്തല്ലെങ്കിലും ഇതിലൂടെ പോകുമ്പോണ്ടല്ല വേറെ സുഖം തന്നെ. ബസ്സിനെ പറ്റി ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇപ്പം ഫുള്ള് ക്രൗഡാട്ടോ. ക്രൗഡെന്ന് വെച്ചാൽ പിടുത്തം കിട്ടാത്ത അത്രയും വലിയ ക്രൗഡാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. എന്തോ ബുക്ക് പ്രകാശനോ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ബുക്ക് പ്രകാശനോ അങ്ങനെന്തോ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഷൂട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതൊക്കെ ഉണ്ടോ പല ആളുകളും, കവികളെ, അങ്ങനെ എഴുത്തുകാരന്മാർ, വലിയ വലിയ റീഡേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ പിടുത്തമല്ല എന്നല്ലാണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ. ഉള്ളത് ഔട്ടല്ല തോന്നുന്നു, വേറെ ഏരിയ തോന്നുന്നു. ഞങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, യു ഐ പോലീസും കൂടെ എടുക്കും, തൂക്കി എറിയും. ഫുള്ള് പോലീസാണ്. ഇത് നോക്കുന്ന പുറത്തുള്ള വ്യൂ ആണ്. ഇപ്പം ഔട്ടാണല്ലേ, പുറത്തുള്ള വ്യൂ ആണ് ഇപ്പം ഇതാക്കുന്ന ഇവിടെ സിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതാണ് ദുബായ്, ഇതാണ് നമ്മൾ ആഗ്രഹിച്ച ദുബായ്. ഉണ്ടോ
ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് കോഫി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് സിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി ഞാൻ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബുക്ക് എക്സ്പോ നടക്കുന്ന സ്ഥലം ഉണ്ടോ. കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ, 4-5 ദിവസം ഇങ്ങനെ നിലവിൽ ഇവിടെ ഉണ്ടോ. ഇവിടെ ഇങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് തന്നെ പോകും. ഉള്ളിൽ നമ്മൾ വന്ന വഴി സത്യം പറഞ്ഞാലേ മറന്നുപോയി. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു വെറൈറ്റി തെണ്ടലാണ് നിങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, തെണ്ടി നടിക്കുന്നേ. ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ? അതില്ല. ഞാൻ പറയുന്നത് എൻ്റെ കാര്യം കേട്ടോ, വേറെ ആരെയും കാര്യമല്ല. മറ്റുള്ളവരെല്ലാം ഇതാക്കി നമ്മൾ ബുക്ക് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ട്രോളിയൊക്കെ ആയിട്ട് പോകണുണ്ടോ ബുക്കുകൾ? ഇതൊക്കെ നല്ല ലേറ്റസ്റ്റ് ബുക്കുകളാണ് തോന്നുന്നു. ഇത് മനസ്സിലാവുന്നു. ഫുള്ള് അറബിയിലാണ് വരുന്നതാ. അങ്ങോട്ടൊക്കെ ഫുള്ള് ഓരോ ഏരിയകളാട്ടോ. അങ്ങോട്ടൊക്കെ ഫുള്ള് ഏരിയകളാണ്. ഏതായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. സംഭവം പൊളിയായിട്ടുണ്ട്. പ്രോഗ്രാംസ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഇത് എഴുതിയ ആളെ കുറിച്ച് സൂചിപ്പിക്കും. എ.വി. അനിൽകുമാർ എന്ന ഞങ്ങളൊക്കെ അല്ലേട്ടൻ എന്ന് വിളിക്കുന്ന ഈ ആള് എഴുതിയ അത്രയും മലയാളീസാണ്. അവിടെ ഫുള്ള് അറബികളോ. തെറ്റിൻ്റെ ഭാഗത്താണ്. മലയാളികളെ കാണില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നോക്കുന്ന. ഒരു ഏരിയ മൊത്തം ഫുൾ മലയാളികൾ ചമ്മി 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 ചമ്മി. ഇപ്പോൾ അവസാനം അറബികളെ ഏരിയയൊക്കെ തന്നെ വന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് പോകല്ലേ, അങ്ങോട്ട് പോകാം. എല്ലാ ധൈര്യോടെയും പോയി. പിന്നെ ഫുള്ള് ശങ്കലാണ്. ഇവിടെ ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമാണ് ഗൈസ്. എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം സംഭവം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇവിടെ വന്നിട്ട് നല്ലൊരു ഫീലുണ്ട്. അതിൽ കൂടുതൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അതാണ് ഇപ്പം പറയാനുള്ള മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതാണ്. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാം റൂട്ട് തിരിച്ചിട്ട് പോകല്ലേ, നമുക്ക് പോകല്ലേ, അങ്ങോട്ടേക്ക് പോവാം.